ഹലോ. അപ്പോൾ നമ്മളുടെ ആ ഒരു എക്സൈറ്റഡ് ആയിട്ടുള്ള ഇൻ്റർനാഷണൽ ട്രിപ്പ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ ചെന്നൈ ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മളൊരു വെളുപ്പിനെ ഒരു 2 മണിയോട് കൂടിയിട്ടൊക്കെ എത്തിയിട്ടുണ്ട്. നമുക്ക് 6 മണിക്കാണ് ഫ്ലൈറ്റ്. ഇൻഡിഗോൻ്റെ ഫ്ലൈറ്റാണ്. അപ്പോൾ നമ്മളവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു, കുറച്ച് നേരമൊക്കെ കിടന്ന് ഉറങ്ങി. അപ്പോൾ നമ്മൾ ആ ഗേറ്റിൽ വെയിറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് നമുക്കൊരു ബസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ബസ്സിൽ നമ്മൾ ഇവിടെ വന്ന് ഇറങ്ങിയിട്ട് ഫ്ലൈറ്റിലേക്ക് കയറുകയാണ്. ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെൻറ്റ് കിത്തൂനായിരിക്കും. കിത്തൂൻ്റെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഞങ്ങളിപ്പോൾ ഓൾറെഡി 3 പേര് പോയിട്ടുണ്ട്, ദുബായിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇതാണ് കിത്തൂൻ്റെ ഫസ്റ്റ് ട്രിപ്പ്. അപ്പോൾ അങ്ങനെ കിത്തു നല്ല എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ്. നമ്മൾ വിൻഡോ സീറ്റ് തന്നെ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു 2 കാരണം ഒരുമിച്ച് ഇരിക്കാൻ എന്തായാലും പറ്റില്ല. ഒരു റോയിൽ 3 അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇരിക്കാനും പറ്റില്ല. സോ എന്തിനാ വെറുതെ ആ ഒരു എക്സ്പീരിയൻസ്. നിത്തൂനും കുറച്ച് വലുതായതിന് ശേഷം ഇപ്പോൾ ഏകദേശം 5 വർഷമായി നമ്മൾ ഫ്ലൈറ്റിൽ കയറിയിട്ട്. കോവിഡിൻ്റെ ജസ്റ്റ് മുമ്പായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്, മുംബൈ ട്രിപ്പ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് ഇപ്പോഴാണ് ഫ്ലൈറ്റിൽ കയറുന്നത് കുട്ടികൾ. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ആയതുകൊണ്ട് നമ്മൾ വിൻഡോ സീറ്റ് തന്നെ ചൂസ് ചെയ്തു. അപ്പോൾ ഞാനിരുന്ന സ്ഥലത്ത് എനിക്ക് 2 വിൻഡോ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മാറി മാറി കാണായിരുന്നു. നിത്തൂനും ഫ്രണ്ടിൽ ഇരുന്നിട്ട് കാണാം. എല്ലാവർക്കും ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു, കുറേ കാലത്തിന് ശേഷം പോകുന്നതുകൊണ്ട്. ഫ്ലൈറ്റ് ഓൾമോസ്റ്റ് ഫുള്ളായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചില്ല കേട്ടോ അപ്പോൾ ഇത്രയും തിരക്കുണ്ടാവും എന്നൊക്കെ. ഞാൻ വിചാരിച്ചു ഏതെങ്കിലുമൊക്കെ കാലിയായിട്ട് കിടക്കും എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഓൾമോസ്റ്റ് ഫുള്ളായിരുന്നു. അപ്പോൾ ഞാൻ എന്താ വീഡിയോ ഇങ്ങനെ വിശദമായിട്ട് എടുക്കണമെന്ന് വെച്ചാൽ, ചില ആൾക്കാർക്കെങ്കിലും ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവുമല്ലോ അത് എങ്ങനെയായിരിക്കും എന്നൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാട്ടോ ഞാനിങ്ങനെ വിശദമായിട്ട് ആ ഒരു ഉള്ളിലും പുറത്തുള്ള കാഴ്ചകളൊക്കെ. അത് മാത്രമല്ല, ഞാൻ ഈക്വലി എക്സൈറ്റഡ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഈ ഒരു ടേക്ക് ഓഫ് ആ ടൈം ഉള്ള ആ ഒരു വ്യൂ കാണാനും ഒക്കെ. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഒന്നും കാണാൻ പറ്റില്ല, നമുക്ക് കിടന്ന് ഉറങ്ങേണ്ടി വരും. എന്നാലും പല ആൾക്കാർക്കും ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവില്ല ഇതെങ്ങനെയായിരിക്കും ഉണ്ടാവുക. അങ്ങനെയുള്ള 1-2 പേർക്ക്, അതായത് അത്രയും ഉണ്ടാവുള്ളൂ എനിക്കറിയാം. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ വിശദമായിട്ട് എടുക്കണേ. പിന്നെ ഓരോ വ്യൂ എങ്ങനെ ഉണ്ടാവും നമുക്കറിയാമല്ലോ. ഇപ്പോഴല്ലെങ്കിലും നമുക്ക് കുറച്ച് കാലം കഴിഞ്ഞതിന് ശേഷം നോക്കാമല്ലോ. നമുക്ക് ഈ ഒരു വീഡിയോ എടുത്ത് എപ്പോൾ വേണമെങ്കിലും കാണാം നമ്മൾ പോയതും. അപ്പം അത് നമുക്ക് ഒന്നും മിസ് ചെയ്യാൻ പാടില്ല. എത്രയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഗൂഗിളിൻ്റെ ക്ലൗഡും അല്ലെങ്കിൽ ക്ലൗഡ് സ്റ്റോറേജ് യൂസ് ചെയ്യാം. നമുക്ക് യൂട്യൂബിൽ കിടക്കുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും നോക്കാം. ഇതുപോലെ നമ്മൾ മുംബൈ ട്രിപ്പൊക്കെ പോയത്, ഞാൻ അന്ന് യൂട്യൂബ് ചാനൽ ഇല്ലാത്തതുകൊണ്ട് എനിക്കിപ്പോൾ അതൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. കാരണം എന്തൊക്കെ പറഞ്ഞാലും ഗൂഗിളിൽ കിടക്കുന്നുണ്ട്, എന്നാലും നമ്മളത് എടുത്ത് നോക്കില്ല വീഡിയോ അല്ലാത്തതുകൊണ്ട്. സോ വീഡിയോ ആയിട്ട് കിടക്കുമ്പോൾ എപ്പോഴായാലും ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ടേക്ക് ഓഫിൻ്റെ ആ ഒരു, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സംഭവം ഇതാണ് ഫ്ലൈറ്റിൽ കയറിയ. പക്ഷെ എനിക്ക് നന്നായിട്ട് ചെവി വേദനിക്കാറുണ്ട്. അതുകൊണ്ട് എനിക്ക് മാക്സിമം ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പേടി തന്നെയാണ്. ചെവി വേദന ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ചെവി അടയും, അത് പ്രഷർ വേരിയേഷൻ കാരണം. അപ്പോൾ എനിക്ക് മാത്രമല്ല, എൻ്റെ 2 കുട്ടികൾക്കും ആ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ മാക്സിമം നമ്മൾ പഞ്ഞിയൊക്കെ വെച്ചിട്ടും ഇയർഫോൺ ഇയർപോഡൊക്കെ വെച്ചിട്ടും ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. എന്നാലും ആ ഒരു ചെവി വേദനയും ഒക്കെ ഉണ്ടാവും. അപ്പം വ്യൂവും ഒരു സൺറൈസ് ആണല്ലോ, 6 മണിക്കാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നല്ലൊരു വ്യൂ ആയിരുന്നു. എത്രത്തോളം നമുക്ക് വീഡിയോ എടുത്താൽ കാണാം എന്നുള്ളതൊന്നും എനിക്കും അറിയില്ല. പക്ഷേ ഈ ഒരു വ്യൂ കണ്ണുകൊണ്ട് ശരിക്കും കാണുമ്പോൾ നല്ല മറക്കാൻ പറ്റാത്തതാണ്. ക്ലൗഡ്സ്, ഇനി കുറച്ച് കഴിഞ്ഞ് ക്ലൗഡ്സിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ പോകും. ക്യാപ്റ്റനൊക്കെ നല്ല ഇത് പറയുന്നുണ്ടായിരുന്നു, എന്താണ് അവിടുത്തെ കാര്യങ്ങളെന്നൊക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ചെന്നൈ വ്യൂ, ബീച്ചും ഒക്കെയാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ നല്ല രസമായിരുന്നു. എനിക്ക് ഇതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്ത് വയ്ക്കണമെന്ന് മാത്രം. ഇത് മാത്രമല്ല, ഞാൻ ഫുൾ ഡേ അവിടെ എത്തണ വരെ ഞാൻ എടുത്തുകൊണ്ടിരിക്കുക. കാരണം ഓരോ ഹൈറ്റ് കൂടുന്നതിനനുസരിച്ചിട്ട് വ്യൂ മാറുമല്ലോ. അപ്പോൾ ഹൈറ്റിനനുസരിച്ചിട്ട് ഉള്ള കാഴ്ചകൾ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കുട്ടികളൊക്കെ ഓൾമോസ്റ്റ് ഉറങ്ങി. കാരണം വെളുപ്പിനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്, ആർക്കും ഉറക്കം ശരിയാവാത്തതുകൊണ്ട്. കിട്ടുമൊക്കെ ഇതൊക്കെ കഴിഞ്ഞ് ഒന്ന് ഫ്ലൈറ്റ് ഒരു ലെവലെത്തി, ആ ഒരു ഇത് കഴിഞ്ഞപ്പോൾ, ആ ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഉറങ്ങി. പേടിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. അതായത് നമുക്ക് ഒരു പേടിയാണല്ലോ ഫ്ലൈറ്റിലൊക്കെ കയറുമ്പോൾ സാധാരണ, അതൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ഓൾറെഡി ബ്രേക്ക്ഫാസ്റ്റൊക്കെ അതിൽ തന്നെ ഓർഡർ ചെയ്ത് വെക്കാം, നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ. അപ്പോൾ അതിൽ നമുക്ക് ചായയും സാൻഡ്വിച്ചും അങ്ങനെയൊക്കെ ഉള്ളതേ നമുക്ക് തരുള്ളൂ. ഇതിൽ ഫ്രീ കോസ്റ്റ് അല്ല, നമ്മൾ കാശ് കൊടുക്കണം ഫ്ലൈറ്റിൽ കഴിക്കാൻ, ഇൻഡിഗോ ആയതുകൊണ്ട്. സിംഗപ്പൂർ എയർലൈൻസ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് ഫ്ലൈറ്റ് ചാർജസും അധികമായിരിക്കും. നമ്മൾക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ അവർ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യും.
കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ദുബായിലൊക്കെ പോയ സമയത്ത് എമിറേറ്റ്സിൻ്റെ ഫ്ലൈറ്റ് ആയിരുന്നു. അപ്പോൾ ഒന്നും നമ്മൾ അറിയണ്ട, എല്ലാം അവർ സമയങ്ങളിൽ സ്നാക്സ് അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റോ അല്ലെങ്കിൽ ലഞ്ചോ എന്താണെന്ന് വെച്ചാൽ ആ ടൈമിങ്ങിനനുസരിച്ചിട്ട് നമുക്ക് തരും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഇന്ത്യ ആയതുകൊണ്ട് നമുക്ക് കാശ് കൊടുത്ത് ബുക്ക് ചെയ്ത് വെക്കണം. അപ്പം നമുക്ക് കയറി, ഞാൻ വിചാരിച്ചു കുറച്ച് ലേറ്റ് ആയിട്ട്, ഒരു 5 hours ജേർണിയാണ്. അപ്പോൾ ഇടയിലായിരിക്കും ബ്രേക്ക്ഫാസ്റ്റ് തരാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ പെട്ടെന്ന് തന്നെ കൊണ്ട് തന്നു. അപ്പോൾ നമ്മളതൊക്കെ കഴിച്ച് പിന്നെ നമുക്ക് പ്രത്യേകിച്ച് ഈ ഒരു വ്യൂ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും കാണാൻ പറ്റില്ല, മേഘങ്ങളെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഒന്നും പ്രത്യേകിച്ച് എക്സൈറ്റ്മെൻ്റ് ആയിട്ടൊന്നുമില്ല. ഞാൻ നോക്കുമ്പോൾ വേറൊരു ഫ്ലൈറ്റ് ഈ വഴിക്ക് ഇങ്ങനെ പോണത് കണ്ടു ഞാൻ. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ എടുത്തു. ഞാൻ കണ്ണൊന്നും അടയ്ക്കാണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഒരു മിനിറ്റം നമ്മുടെ ആ ഒരു വിഷൻ ഫുള്ള് പോയി. ഇത് ഇങ്ങനൊരു അവസ്ഥ ആവുമ്പോഴാണ് നമ്മൾ പിന്നെ ഉറങ്ങി എല്ലാവരും. ഒരു 2-3 മണിക്കൂർ ഉറങ്ങിയിട്ടുണ്ടാവും അവിടെ എത്തണ വരെ. എത്താറായപ്പം ഇത് ടേക്ക് ഓഫ് ചെയ്യാൻ, അതും 15 minutes മുമ്പേ തന്നെ നമ്മളവിടെ എത്തുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ഇത് ഈ ഒരു വ്യൂ ആണ്. അവിടെ ടെർബുലൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു, പിടിച്ചിരിക്കാനും സീറ്റ് ബെൽറ്റ് മുറുക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ലാൻഡിങ്ങിൻ്റെ ടൈമായിട്ടോ. അപ്പോൾ ഭയങ്കര മേഘങ്ങൾ മൂടിക്കിടക്കായിരുന്നു. ഞാൻ എങ്ങോട്ടാണ് പോണേന്നുള്ളത്, അത് മീൻസ് സ്ഥലത്തിനെ കുറിച്ചിട്ട് ഞാനൊന്നും അധികം ഗൂഗിൾ ചെയ്ത് നോക്കാനൊന്നും നിന്നില്ല. കാരണം എനിക്ക് എപ്പോഴും ഫസ്റ്റ് എക്സ്പീരിയൻസിൽ അറിയണം എന്നാണ് ആഗ്രഹം. അല്ലാതെ ആദ്യമേ നമ്മൾ ഈ സിനിമയുടെ കഥ അറിഞ്ഞിട്ട് സിനിമ കാണാൻ പോണ പോലെ കാര്യങ്ങൾ എങ്ങനെയാണ് ഉണ്ടാവുക, ഫോട്ടോ അതൊന്നും നോക്കിയിട്ട് ഞാൻ പോകാറില്ല കേട്ടോ എവിടെ പോകുമ്പോഴും. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെയും വന്ന് ഇറങ്ങിയേക്കണേ. എല്ലാം ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നമ്മൾ എവിടെ എത്തിയേക്കണേ? നമ്മൾ സിംഗപ്പൂരാണ് എത്തിയിരിക്കണേ. ഇതാണ് ആ ഒരു സർപ്രൈസ് എന്ന് പറയുന്നത്. എൻ്റെ കുറച്ച് ആൾക്കാർക്കേ അറിയുള്ളൂ. നമ്മൾ പ്രീ പ്ലാൻ ചെയ്തോന്നല്ല. ഇടയ്ക്ക് വെച്ച് കുറേ തടസ്സങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. വരാൻ പറ്റുമെന്ന് പോലും അറിയണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ആരോടും അങ്ങനെ റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല എവിടേക്കാണ് പോണേ അല്ലെങ്കിൽ പോകുന്നുണ്ടോയെന്നൊന്നും പറഞ്ഞില്ല. തലേ ദിവസമാണ് ഞാൻ ഓൾമോസ്റ്റ് എല്ലാവരുടെ അടുത്തും പറഞ്ഞേക്കണേ. വീട്ടിൽ മാത്രം അമ്മയോടും അച്ഛനോടും 2 വീട്ടിലും പറഞ്ഞു എന്നല്ലാണ്ട് വേറെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാരണം നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് ക്യാൻസൽ ചെയ്യാൻ പറ്റും, മീൻസ് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, നമുക്ക് മാറ്റി വെക്കാനൊക്കെ ഒരു ഓപ്ഷൻ ഉണ്ട്. അതുകൊണ്ട് പറഞ്ഞിട്ടും കാര്യമില്ല, പോകാൻ പറ്റിയില്ലെങ്കിലോ. അതുകൊണ്ടാണ് ആരോടും അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴത്തേക്ക് നമ്മൾ സിംഗപ്പൂർ എയർപോർട്ടിൽ, ചങ്കി എയർപോർട്ട് എന്നാണ് അതിൻ്റെ പേര്, ഞാൻ പ്രൊനൗൺസ് ചെയ്യുന്നത് കറക്റ്റാണോ എന്ന് എനിക്കറിയില്ല. അവിടെ എത്തി. പിന്നെ പല സ്ഥലത്തും വീഡിയോ റെസ്ട്രിക്ഷൻസ് ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ വിശദമായിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഇവിടെ ഇന്ത്യ പോലെയല്ല കേട്ടോ, എമിഗ്രേഷനൊക്കെ വേഗം കഴിഞ്ഞു. നമ്മൾ ഒരു ഫോട്ടോ ആ ഒരു സ്ക്രീനിൽ കൂടെ കടന്നു പോകണം, അത്രേ ഉള്ളൂ അവിടുത്തെ എമിഗ്രേഷൻ. വെയിറ്റ് ചെയ്യലോ ക്യൂ നിൽക്കലോ ഒന്നുമില്ല. ഈസി ആയിട്ട് ലഗേജും വന്നു. അങ്ങനെ നമ്മൾ അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. നമ്മുടെ ഏജന്റ് വണ്ടി കൊണ്ട്, ഇതുപോലെ കോച്ചുകളാണ് ഇതിന്, ഈ വണ്ടി തന്നെ കോച്ച് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ കോച്ച് നമ്മളെവിടെയും കൊണ്ടുപോകുന്നത് ഈ ഒരു വണ്ടിയാണ്. അപ്പോൾ വന്നിട്ട് നമ്മളുടെ ഹോട്ടലിൽ ഡ്രോപ്പ് ചെയ്തു. ഈ ഒരു ഹോട്ടലാണ്, ഞാൻ പേര് പിന്നെ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ ഈ ഒരു ഹോട്ടലിലാണ് നമ്മൾ താമസിക്കണേ. അപ്പോൾ കുറച്ച് നേരം ചെക്കിന് വേണ്ടിയിട്ട് നമ്മളവിടെ വെയിറ്റ് ചെയ്തിട്ട് വലിയ ലോബിയാണ് കേട്ടോ. ഓൾമോസ്റ്റ് ഇന്ത്യൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. ഫുള്ള് നോക്കുമ്പോൾ മലയാളികളെ ഞാൻ ആരെയും കണ്ടില്ല. പക്ഷേ ഹിന്ദി ലാംഗ്വേജുള്ള ആൾക്കാരില്ലേ, അതായത് മുംബൈ, ഡൽഹി ആ ഒരു ഭാഗത്ത് ഗുജറാത്തികൾ, അങ്ങനെ കുറേ ആൾക്കാർ ഇന്ത്യക്കാരെ കണ്ടു. എനിക്ക് തോന്നുന്നു ഇന്ത്യൻ ഫുഡുമാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റിൽ, സോൾട്ട് ആൻഡ് പെപ്പർ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ്. അപ്പോൾ അവിടെ ഇന്ത്യൻ ഫുഡുമാണ് പ്രൊവൈഡ് ചെയ്യണേ. അങ്ങനെ നമ്മൾ ലിഫ്റ്റ് കയറി നമുക്ക് 13ാമത്തെ നിലയിലാണ് റൂം കിട്ടിയേക്കണേ. ആദ്യമായിട്ടാണ് നമ്മൾ 13th ഫ്ലോറിലൊക്കെ താമസിക്കാൻ പോകാന്നുള്ള, അതന്നെ എനിക്കൊരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ലിഫ്റ്റിൽ കയറി നമ്മൾ റൂം കാണാൻ അടുത്തൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയായിരിക്കും 13th ഫ്ലോറിലെ റൂം എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ആ കാർഡ് അതിൽ ജസ്റ്റ് റീഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു ലിഫ്റ്റ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അല്ലാതെ വെറുതെ നമ്മൾ പ്രസ് ചെയ്താൽ നമ്മളതിനെ ആർക്കും അങ്ങനെ പോകാൻ പറ്റില്ല. മീൻസ് കാർഡ് ഹോൾഡേഴ്സിന് മാത്രമേ നമുക്ക് മുകളിൽ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മളിത് 13th ഫ്ലോറിൽ എത്തിയതിന് ശേഷം റൂം തുറന്നു. അതാണ് ഞാൻ വിചാരിച്ച പോലെ തന്നെ. അങ്ങനെ വലിയ റൂമൊന്നുമല്ല, ഫാമിലി റൂമാണ് നമ്മളെടുത്തത്. 4 പേരുള്ളതുകൊണ്ട് ഒരു സ്റ്റാൻഡേർഡ് റൂം അത്രയേ ഉള്ളൂ. 2 ബെഡും പിന്നെ ഒരു ടോയ്ലറ്റ് ബാത്റൂം, അതന്നെ അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ വിചാരിച്ച പോലെ വാർഡ്രോബ് സ്പേസ് ഉണ്ടായിരുന്നില്ല. അത് ഒരു ചെറിയൊരു കുറവ് പോലെ എനിക്ക് തോന്നി. കുഴപ്പമില്ല, നമുക്ക് വെറും 4 ദിവസത്തേക്കല്ലേ വന്നേക്കണേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മുടെ സ്യൂട്ട് കേസ് തന്നെ ധാരാളം. പിന്നെ അടുത്ത വ്യൂ ആണ് നമ്മളുടെ ബാൽക്കണിയിൽ നിന്ന്. അപ്പോൾ 13th ഫ്ലോറിൽ നിന്നുള്ള വ്യൂ കാണാൻ വേണ്ടിയിട്ട് ഇത് നല്ല അടിപൊളി വ്യൂ ആയിരുന്നു. അതൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. എന്നിട്ട് നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ നമുക്ക് ലഞ്ച് കഴിക്കണമല്ലോ. അപ്പോൾ ലഞ്ച്
ഇവിടെ പ്രൊവൈഡ് ചെയ്യില്ല. ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും മാത്രമാണ് നമുക്ക് പാക്കേജിലുള്ളത്. അപ്പോൾ ലഞ്ച് നമ്മൾ പുറത്തുനിന്ന് കഴിക്കണം. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെ നമ്മുടെ സ്വിംഗ് സെൻറ്റർ എന്നൊക്കെ പറഞ്ഞാൽ ഹിന്ദിക്കാരുടെ തന്നെയാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മളവിടെ താമസിച്ച് മീൻസ് അവിടെ ചെന്നിട്ട് ഓർഡർ ചെയ്തു. ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ സിംഗപ്പൂർ ഡോളേഴ്സാണ്. അപ്പോൾ $1 എന്ന് പറഞ്ഞാൽ എത്ര 65 റുപ്പീസ് അങ്ങനെ നിന്നാണ്. നമ്മളിതേ പൈസയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു മാറ്റിയിട്ട്. അപ്പോൾ ഇത് ആണ് നമ്മൾ ഇവിടെ കോസ്റ്റ്ലി ആണ് കേട്ടോ, നല്ല കോസ്റ്റ്ലിയാണ് ഫുഡ്, എല്ലാം കോസ്റ്റ്ലി തന്നെയാണ്. അതുകൊണ്ട് ഇതേ നമ്മൾ കോസ്റ്റ് എഫക്റ്റീവായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. വരുമ്പോൾ നമുക്ക് ഫുഡിനാണ് ഏറ്റവും കൂടുതൽ ചിലവ് വരിക. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് ലൈറ്റായിട്ട് ലഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് കുട്ടികൾക്ക് പാൻ കേക്കും അവർക്കത് മതി എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ഒരു വെജ് ബർഗർ അങ്ങനെ ചെറുതായിട്ട് ഓർഡർ ചെയ്തത് അവിടെ കാത്തു നിൽക്കണം. അപ്പോൾ ഓർഡർ ചെയ്തതിന് ശേഷം നമ്മൾ അവിടെ ഈ കോച്ച് ഉണ്ടല്ലോ, അപ്പോൾ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ അവർ നമ്മൾ എങ്ങോട്ടാണ് പോണേന്നൊക്കെ ഉള്ളത് അവർ ഓൾറെഡി പ്രീ പ്ലാൻഡ് ആണ്. അപ്പോൾ ആ ഒരു ലിസ്റ്റിലനുസരിച്ചിട്ട് ടൈമിങ് നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് വരും. അപ്പോൾ ആ വാട്സപ്പിനനുസരിച്ചിട്ട് നമ്മൾ ജസ്റ്റ് അവിടെ വെയിറ്റ് ചെയ്തിട്ട് ഫുഡ് കഴിച്ചതിന് ശേഷം നമുക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുക. അപ്പോൾ മോർ വീഡിയോസ് ഇനി അടുത്ത വീഡിയോയിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ വന്നിറങ്ങിയതും ആ ഒരു ജസ്റ്റ് അറ്റ്മോസ്ഫിയർ, ഇവിടെ മൺസൂണിൻ്റെ സമയമാണ് ശരിക്കത്, അതായത് മൺസൂൺ കഴിയണ സമയമാണ്. അതുകൊണ്ട് ഇടയ്ക്ക് മഴയുണ്ടാവും നമുക്ക് മുന്നേ അറിയായിരുന്നു. അതുകൊണ്ട് നമ്മൾ 4 കുടയൊക്കെ എടുത്തിട്ടാണ് വന്നേക്കുന്നത്. കുട, റെയിൻകോട്ട് എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ദൈവം സഹായിച്ച് ഇതുവരെ ഒരു പ്രശ്നം വന്നില്ല കേട്ടോ. നമ്മൾ ഫുഡിന് വെയിറ്റ് ചെയ്തിട്ട് ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യമൊന്നുമില്ല. ജസ്റ്റ് ഇവിടെ നിന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് അപ്പോൾ ഇതിൻ്റെ ഫുഡ് വാങ്ങിച്ചിട്ട് വന്നു. ഇവിടെ തന്നെ നിന്നിട്ട് കഴിക്കുക. നമ്മൾ കഴിച്ചു. നമ്മൾ അവിടെ തന്നെ വാഷ്റൂമൊക്കെ അവിടെ തന്നെ ഉണ്ട്, താഴെ തന്നെ ഉണ്ട്. അവിടെ കഴുകിയതിന് ശേഷം നമ്മളിത് ഒരു കോച്ചിന് വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ്. മഴ പെയ്തിട്ടുള്ള ഒരു സീനൊക്കെ നല്ല രസമായിട്ടോ കാണാൻ. അപ്പോൾ ഇത് റെഡിയായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ശരിക്കും ഇന്നത്തെ വീഡിയോ. പിന്നെ നമ്മളൊരു ഇമ്പോർട്ടൻ്റ് ബ്യൂട്ടിഫുൾ പ്ലേസിലേക്കാണ് നെക്സ്റ്റ് പോകാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു 4 o'clock ആണ് ഷെഡ്യൂൾ ചെയ്തേക്കണേ. വണ്ടി വരും 4 o'clock നമ്മൾ പോയിട്ട് 1 day മീൻസ് രാത്രി വരെ അവിടെ തന്നെ സ്പെൻഡ് ചെയ്യണ പോലെയാണ്. അപ്പോൾ ആ ഒരു ഡീറ്റെയിൽസ് ഉള്ള വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്ന് വെച്ചാൽ ഒരു ലൈക്ക് ചെയ്യാനും, അല്ലെങ്കിൽ കാണാതെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതെ, നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.